നീ എന്ത് ചെയ്യുന്നടി? ഫോൺ കാണിക്കടി. നീ ഫോൺ ഇത് എടുക്കടി. ഓഹോ, ചാറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നല്ലേടി? ആരുമായിട്ടാണ് ചാറ്റ് ചെയ്തത്? നമ്മുടെ ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന ബിനിച്ചേട്ടൻ. അയ്യോ, ഓട്ടോ ഓടിക്കുന്ന ബിനിച്ചേട്ടനുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് നിന്നോട് ആര് പറഞ്ഞത് ചാറ്റ് ചെയ്യാൻ? നിന്നോട് ആര് പറഞ്ഞത് ചാറ്റ് ചെയ്യാൻ? അച്ഛാ, എനിക്കിപ്പോ കല്യാണം വേണ്ട. വേണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ട. അച്ഛാ, എനിക്കിപ്പോ കല്യാണം വേണ്ട. വേണോ? അതേനാ ഞാനും പറഞ്ഞത്. വേണോന്ന്. എന്താ രവിയേട്ട അവിടെ അത്ര ബഹളം? എടീ, നീ അറിഞ്ഞ നിന്റെ മോള് ജംഗ്ഷനിലെ ബിനുവായിട്ട് പ്രേമത്തിലാണെന്ന്? അവക്കിപ്പോ കല്യാണം വേണമെന്ന്. നല്ല കാര്യം, കെട്ടിച്ചു കൊടുക്കാന്നേ. അയ്യോ പൊന്നമ്മ. അയ്യോ പൊന്ന, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. പിന്നെ ഇവള് പഠിക്കണം. ഇവള് പഠിച്ചേ പറ്റൂ. കാരണം എന്താണെന്നറിയോ? കല്യാണം ആലോചിച്ച് വരുന്നവന് സ്ത്രീധനം കൊടുക്കണ്ടേ, കല്യാണം നടത്തണ്ടേ, അതിന് കാശ് വേണ്ടേ, അതിനൊരു ജോലി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എവളിപ്പോ പഠിച്ചാ മതി. കല്യാണം ഞാൻ പറയാം. എന്റെ ഫോൺ അതിനാടി ഞാൻ പറഞ്ഞപ്പോ നീ എക്കോ ഇട്ടത്? അല്ല, ഞാൻ ഭാര്യയാണല്ലോ, ഭർത്താവിനൊരു സപ്പോർട്ട്. അയ്യാ, നീ കൂടുതൽ സപ്പോർട്ട് തരരുതേ. നീ സപ്പോർട്ട് തന്നതിന്റെ ഫലമാണ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ഞാൻ ഈ വീട്ടിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. എന്തുവാണോ മോനെ ഇത്? തമ്പുരാനറിയാം അമ്മ ഇത്. എക്സ്ക്യൂസ് മീ. യെസ്. നീ ബ്രണ്ണ സാഹിബിന്റെ കുഞ്ഞല്ല, തോട്ടുവക്കത്ത് രവിയുടെ മോനാ. മനസ്സിലായ? അതുകൊണ്ട് വന്നേ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. എന്താ പറ. നീ ഇനി പഠിക്കണ്ട. പഠിക്കണ്ട. പിന്നെ അവൻ എന്തോ ചെയ്യാൻ പോകുന്നു? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പെമ്പിള്ളേര് പഠിച്ചാൽ മതി. ആണായ നീ ഇനി ഇവിടെ പഠിക്കണ്ട. അതെന്തോ നിയമം രവിയേട്ടാ? മോളോട് പറയുന്നത് പഠിച്ച് ജോലി വാങ്ങാൻ, ഇവനോട് പറയുന്നത് പഠിക്കണ്ട. നീ കൂടുതൽ എന്നോട് തർക്കിക്കാൻ വരരുത്. എന്നോട് വെറുതെ കെട്ടിച്ചു കൊടുക്കുന്നല്ല. അച്ഛൻ നല്ല കട്ടിക്ക് സ്ത്രീധനം തന്നിട്ടല്ലേ ഞാൻ കെട്ടിച്ചു വിട്ടു. മക്കളെ, നീ കേക്കണം. നിന്റെ അപ്പൂപ്പൻ എവളുടെ തന്ത പരനാറ് ചെയ്ത കാര്യം എന്താ? മറുവീടിന്റെ അത് ഞാൻ കാത്തിരിക്കാം. പെണ്ണു വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനത്തിന് വേണ്ടി 1.5 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജിന്റെ കവറിനകത്ത് സ്റ്റീൽ അലമാര മാറ്റിട്ട് വന്ന് കൊണ്ടുവന്ന ബേച്ചായവളെ അച്ഛൻ. അതിനകത്ത് ഒരു കുപ്പി വെള്ളവും വെച്ചോണ്ട് 1.5 ദിവസം ഞാൻ കാത്തിരുന്ന് തടുക്കാൻ. തണുത്തതേ ഇല്ല. എങ്ങനെയായാലും അച്ഛൻ സമാധാനപ്പെട്. ഒന്ന് പോടാ അവിടെ നിന്ന്. മാത്സ് മേടിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എക്കണോമിക്സിൽ എത്തി എന്റെ അവസ്ഥയാടാ എന്റേത് ഇപ്പൊ. എന്ന് പറഞ്ഞ അത് തന്നെ എന്റെ മക്കളിച്ച് വന്ന ഒരു കാര്യം പറയട്ടെ. അച്ഛൻ പറയണ ശ്രദ്ധിച്ച് കേൾക്കണം. മക്കള് പഠിക്കണ്ട. നമുക്ക് 3 നേരം ഒരു പണിയെടുക്കാതെ തിന്നണം, വേർക്കാതെ തിന്നണം. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇനി പഠിക്കണ്ട. പകരം പ്രേമിക്കണം. അച്ഛനാണോ എന്റെ രവിയേട്ടാ? ഞാൻ പറഞ്ഞു കൊടുക്കരുത്. എന്റെ പൊന്നുമക്കളെ, വേണ്ടേ എന്റെ മക്കൾ അങ്ങോട്ടേക്ക്. നീ ആ ബംഗ്ലാവ് കണ്ടോ? കണ്ടു. നമ്മുടെ ക്ലീറ്റസ് മുതലാളിയുടെ ബംഗ്ലാവ്. കോടീശ്വരൻ. അയാൾക്ക് സുന്ദരിയായ ഒരു മോളുണ്ട്. എന്റെ മക്കള് ആ മോളെ വളയ്ക്കണം, എന്നിട്ട് അവളെ കെട്ടണം. നിങ്ങളുടെ കല്യാണം ഇവിടുത്തെ ഒരു AC ഹാളി വെച്ച് ആർഭാടമായിട്ട് നമ്മളങ്ങ് നടത്തിയിട്ട് എന്നിട്ട് വൈകുന്നേരം കോടീശ്വരിയായ മരുമകളെ എന്റെ മോനെ കൊണ്ടുവന്ന് ഈ വീട്ടിന്റെ ഈ മുറ്റത്ത് വെച്ച് നമ്മളൊരു ആ സാധനം നടത്തിയിട്ട് അത് കഴിഞ്ഞ് നിങ്ങളുടെ ആദ്യ രാത്രി വരെ. ഓക്കെ, ഈ ആദ്യ രാത്രിയിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒച്ചനൊന്ന് പറഞ്ഞു തരാമോ? ഒരു പഴം പുഴുങ്ങി തിന്നോണ്ട് ചുരുണ്ട് കിടന്ന് ഉറങ്ങണം. അമ്മേ, എനിക്കൊരു പഴം പുഴുങ്ങി തന്നിട്ട് ചുരുണ്ട് കിടന്ന് ഉറങ്ങാനാ. എടുത്തോ. നീ ആളുടെ മോൻ തന്നെയാടാ. എന്റെ ദൈവമേ, ഏത് നേരത്താണോ? 2000 ഒക്ടോബർ 4 ആ സമയത്താണ് ഞാൻ ഉണ്ടായത്. അപ്പൊ മക്കൾ ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടെന്ന് പറ. സിംഗിൾ ആയിട്ട് സെക്യൂരിറ്റിയുടെ ജോലിക്ക് വേണ്ടി അവിടെ അപ്ലൈ ചെയ്യണം. മേടിച്ചിരുന്ന അച്ഛനേറ്റ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് കയറി കഴിഞ്ഞാൽ ആ പെണ്ണിനെ വളയ്ക്കണം, കെട്ടണം. അതോടെ നമ്മൾ രക്ഷപ്പെട്ടു. ഈ രവിയേട്ടന്റെ ഒരു ബുദ്ധി എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പ്രേമിക്കാൻ അറിയത്തില്ല. നോക്കാം, അച്ഛനൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചാ മതി. വേണ്ട, മന്ന മക്കൾ വിഷമിക്കണ്ട. പിന്നെ എന്റെ മക്കൾക്ക് പ്രേമത്തെ കുറിച്ച് പറഞ്ഞു തരാൻ, പ്രണയത്തെ കുറിച്ച് പറഞ്ഞു തരാൻ അച്ഛൻ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രേമാനന്ദ മാഷ്. അങ്ങനെയാണെങ്കിലോ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ വളച്ചിട്ടുള്ള ആളാണ്. പിന്നെ സാറ് വന്നാ ഞാൻ പ്രേമാനന്ദ സാർ വന്ന്
ചേട്ടാ ഞാൻ കുറച്ച് നാളെ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു, വിളിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഫോൺ നമ്പർ പോയി എന്റെ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കില്ല, വീട്ടിൽ ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഹലോ 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 ഹലോ, അവളെ വശീകരിക്കാനല്ലേ പറഞ്ഞത്, അവനെ പ്രേമിക്കാൻ പഠിപ്പിക്കാനാ. അതിനാണല്ലോ ഞാനിവിടെ വന്നത്. ബെസ്റ്റ് ആവുന്ന ചരിത്രമില്ല. അപ്പൊ എന്റെ പ്രേമാനന്ദ സാറേ, എങ്ങനെയാണ് പ്രേമിക്കേണ്ടതെന്ന് എന്റെ കൊച്ചിന് കൃത്യമായിട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇവനെ കൊണ്ട് ആ പെണ്ണിനെ വളപ്പിക്കണം. വളച്ച് കല്യാണം കഴിപ്പിക്കും ഞാൻ. ഓക്കെ ഓക്കെ. അവ കാണാം. അപ്പൊ നിങ്ങൾ വേണ്ട. സാറേ, ഞാനാണ് ആ പേഷ്യന്റ്. സാറേ നമസ്കാരം. അയ്യോ നമസ്കാരം പറയല്ലേ, പ്രേമവന്ദനം. പ്രേമവന്ദനം അതാണ് നമ്മൾ പറയേണ്ടത്. അതെ അല്ലേ? എന്താ മോന്റെ പേര്? എന്റെ പേര് വിഷാദകുമാർ. ഓ ഇടലം പേരാണല്ലോ. അതെ. വശീകരിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ പശുവിനെ മാറ്റി കെട്ടിയായിരുന്നു. ഇനി ഉച്ച സമയത്ത് ഒന്നുകൂടെ മാറ്റി കെട്ടും. പാല് കറന്ന് വേണം 2 ചായ സാറിന് എടുത്തു തരാം. എന്നാ ഇച്ചിരി പുല്ലുകൂടെ ഇട്ട് കൊടുക്കണം. എന്ത് സാർ? പശുവിനെ മാറ്റി കിട്ടുന്ന കാര്യമാണോ പറഞ്ഞത്? വശീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ജീവിതത്തിൽ ഇതുവരെ വശീകരിച്ചിട്ടില്ല. എന്നാ ഞാൻ ഇതെല്ലാം നിന്നെ പഠിപ്പിക്കും. പഠിപ്പിക്കണം സാറേ. എന്റെ അച്ഛന്റെ ആഗ്രഹമാണ് എനിക്ക് വശീകരിച്ച് ആ വീട്ടിലെ പെണ്ണിനെ എനിക്ക് സ്വന്തമാക്കണം സാറേ. അതെല്ലാം ഞാൻ ചെയ്യാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതെ അതെ. പിന്നെ മോനി ബംഗ്ലാവിൽ എങ്ങനെ കയറാൻ ഉദ്ദേശിച്ചേക്കുന്നത്? അച്ഛൻ പറഞ്ഞു സെക്യൂരിറ്റി ആയിട്ട് കയറിക്കോളാന്നാ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ഓടി എനിക്ക് എത്താം. അത് കൊള്ളാം, അച്ഛന് ബുദ്ധിയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസം അവിടെ പിന്നാലെ നടക്കണം. അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണം. അവള് മൈൻഡ് ചെയ്യത്തില്ല. രണ്ടാമത്തെ ദിവസം അവിടെ പിന്നാലെ ഇങ്ങനെ നടക്കണം. വീണ്ടും 2ാമത്തെ ദിവസം ഞാൻ മൈൻഡ് ചെയ്യാൻ നടക്കുന്നു. അവള് മൈൻഡ് ചെയ്യത്തില്ലേ. മൂന്നാമത്തെ ദിവസം ഇങ്ങനെ അവളെ പിന്നാലെ നടക്കണം. 3ാമത്തെ ദിവസം അവള് മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നാലാമത്തെ ദിവസം അവളെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ അവള് നിന്നെ മൈൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ദിവസം മാത്രം നടന്നാ പോരെ? ബാക്കിയുള്ള ദിവസമൊക്കെ വെറുതെ നടന്ന് കാലിൽ ചെരുപ്പ് തേക്കേണ്ട കാര്യം. നീ ചെരുപ്പ് വെക്കണം, ഞാൻ പറയുന്നത് കേട്ടാ മതി സാർ. അപ്പൊ 5-6 ദിവസം അവിടെ പിന്നാലെ നടക്കണ്ട. അവളെ നിന്റെ പിന്നാലെ നടന്നോളൂ. അയ്യോ, അതാണ് പെണ്ണെന്ന് പറഞ്ഞ പ്രേമത്തിന്റെ ഒരു സംഭവം കിട്ടി. സംഭവം എനിക്ക് മനസ്സിലാവും. പ്രേമത്തിന്റെ ഒരു പെണ്ണ് നിന്നെ കാണാനുള്ള ഒരു ഉന്മേഷം അതാ വരുന്നത്. ഇനി എനിക്ക് പ്രണയിക്കേണ്ടത് എങ്ങനെയാണെന്ന്, എന്തൊക്കെ ചെയ്യണമെന്ന് സാറൊന്ന് പറഞ്ഞു തന്നാ മതി. അതൊക്കെ പറഞ്ഞുതരാം. ചെറിയ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ട് പഠിച്ചോണം. അത്രേ ഉള്ളൂ. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവു പകർത്തി, ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവു പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിയില്ലല്ലോ. എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. താങ്ക് യു പഞ്ചവർണ്ണത്തെ. അല്ല പ്രേമാനന്ദ മാഷേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ സാറേ. മോനെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടല്ലോ. നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ വരത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ കല്യാണത്തിന് കാണാം. ഓക്കെ. പാവം സാറേ, എനിക്ക് ഇനി നല്ല കോൺഫിഡന്റ് ആയി. അപ്പൊ മക്കളെ അപ്പൊ നീ സെക്യൂരിറ്റി ആയിട്ട് അവിടെ പോകുന്നു, അവളെ പ്രേമിക്കുന്നു, 2 മാസത്തിനകം വളച്ചൊടിച്ച് കല്യാണം നടത്തുന്നു. ഓക്കെ ഓക്കെ ഡൺ. ഒരാഴ്ചക്ക് ശേഷം എന്റെ കോടീശ്വരിയായ മരുമോളല്ലേ. നോക്കിക്കൊണ്ട് നിൽക്കാതെ ആരെങ്കിലും എടുത്ത് ഒഴിയടി. ആരെങ്കിലും എടുത്ത് ഒഴിയടി. അതൊക്കെ പിന്നെ ഒഴിയാ, ഞാൻ നോക്കട്ടെ. മക്കളെ എന്തായാലും 2 മാസം പറഞ്ഞെങ്കിലും നീ ഒറ്റ ആഴ്ച കൊണ്ട് അവളെ വളച്ചൊടിച്ച് കല്യാണം കഴിച്ചത്. ഒരാഴ്ച പോലും എടുത്തില്ല അച്ഛാ. ഞാൻ ചെന്നതിന്റെ അന്ന് ഇവളുടെ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുത്തു. അപ്പൊ തന്നെ അവള് തിരിച്ചു തന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് കോടീശ്വരായാലും എന്തൊരു വിനയാ. എല്ലാം സിമ്പിൾ ആയിട്ടിരിക്കുന്നേ. എടാ രവി, അച്ഛാ ക്ലീറ്റസ് മുതലാളിയും ഗുണ്ടകളും വരുന്നുണ്ട്. നീ പേടിക്കാതെ അവിടെ നില്ലടാ. നീ ഇപ്പൊ അങ്ങേരുടെ മരുമോനാ, അങ്ങേരെ മോളായത്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ തരികയല്ല, കൊടുക്കുകയല്ല. വേണ്ട എടീ, വേണ്ട പോലെ എന്റെ അടുത്ത് ഇച്ചതി വേണ്ടായിരുന്നു കേട്ടാ. മുതലാളി പോട്ടെ. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ കാര്യം അങ്ങ് ക്ഷമിക്ക്. ഇറക്കി വിടറാ അവളെ. ഇറക്കി ചെല്ലടി. അതല്ല, അവളെ ഇറക്കി വിടാ. ഇവിടെ തരുന്നില്ല, എന്റെയാ. രവി, നിന്റെ ഞാൻ കാല് പിടിക്കാം. വീട്ടിൽ ആരും ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ടില്ല. എന്റെ ഭാര്യ ഒരേ കിടപ്പാ കട്ടില്. അവളത് ഇറക്കി വിട. മുതലാളി കുഴപ്പമില്ല. സ്വന്തം മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരു കൊച്ചൊക്കെ ഉണ്ടാകുമ്പോ ഇതെല്ലാം ശരിയായി. ഇതെന്റെ സ്വന്തം മോളല്ല. പറയല്ലേ മുതലാളി, എന്റെ മോൻ
കെട്ടിയെന്നല്ലേ ഉള്ളൂ സ്വന്തം മോളല്ലെന്ന് പറയല്ലേ രവി ഇതെന്റെ മോളല്ല. നിന്റെ മോൻ എന്റെ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് പണിക്ക് വന്നില്ലേ? അതിന്റെ തലേ ദിവസം എന്റെ മോള് രണ്ടിന് പഠിക്കാൻ പോയി. അയ്യോ അപ്പൊ ഇതാര്? ഇതാ എന്റെ അപ്പനും അമ്മയും നോക്കാൻ വയനാട്ടിൽ ഹോം നൈസാ. അയ്യേ എടാ രവി, നിന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തല്ലേ? ഇതാടാ പഴമക്കാര് പറയുന്നത്, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. അയ്യോ ചേട്ടാ കറക്റ്റ് ടൈം. അച്ഛനെ നോക്കാൻ ഹോം നേഴ്സുമായി, എന്നെ നോക്കാൻ എനിക്ക് എന്റെ ഭാര്യയുമായി.